Hey sweeties, welcome back to our channel. So in this video, I'll be showing you packing. കണ്ടോ ഒരുപാട് ക്ലോത്ത്സ് ഉണ്ട് പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ ഹോസ്റ്റലിൻ്റെ റൂം ടൂർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ. കാരണം നാളെ ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വാൾ ഹാങ്ങറാണ്, വാൾ ഓർഗനൈസറാണ്. എനിക്ക് ഫസ്റ്റ് സെമ്മിൽ ടെക്സ്റ്റൈൽ സയൻസിൻ്റെ അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ ഒരു വാൾ ഓർഗനൈസർ. പിന്നെ എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോർമലി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൂടി വലിച്ച് പുറത്തിടാം. അപ്പോൾ എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് മെയിൻലി വിൻ്റർ ക്ലോത്ത്സ് ആണ്. വിൻ്റർ ക്ലോത്ത്സ് എന്താ പറയുക, ഒന്നോ രണ്ടോ വയ്ക്കുമ്പോഴേക്കും പെട്ടി ഫുള്ളാവണം. കാരണം ഭയങ്കര സ്പേസ് ആവശ്യമുള്ളതാണല്ലോ ഈ വിൻ്ററിൽ. കോട്ടും ജാക്കറ്റും എല്ലാം കൂടിയിട്ട് പെട്ടെന്ന് സ്പേസ് ഫില്ലാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ട്രോളി ബാഗിലും ഞാനിങ്ങനെ കുത്തി നിറച്ച് കയറ്റുകയാണ്. അപ്പോൾ ക്ലോത്ത്സ് ഒതുക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ. കാരണം ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വിൻ്റർ ക്ലോത്ത്സ് എനിക്ക് അവിടെ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിൽ ഉള്ള പെട്ടിയിലും കാര്യങ്ങളും എന്തായാലും കൂടി ഒതുങ്ങില്ല. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ട് അമർത്തിയിട്ടൊക്കെ ഒതുക്കുക കേട്ടോ. കാരണം നാളെ രാവിലെ എനിക്ക് എക്സാം ഉണ്ട്. 2:30 to 4:30 എക്സാമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വിത്തിൻ 6 o'clock ഹോസ്റ്റലിൽ നമുക്ക് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രാത്രി ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ ഓരോന്നെടുത്തപ്പോൾ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് ആണ് കേട്ടോ. അസൈൻമെൻറ്റ്സിൻ്റെ കുറേ ഷീറ്റ്, ഇല്ലസ്ട്രേഷൻ്റെ ഷീറ്റ്സ്, അങ്ങനെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം എടുത്ത് വയ്ക്കാനായിട്ടൊരു സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവസാനം എടുത്ത് കളഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കും വേണം. പഠിത്തം ഫുള്ള് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പാക്ക് ചെയ്യണോ പഠിക്കണോ എന്നുള്ളതിൽ പിന്നെ ബാക്കി ഞാൻ ഫുൾ പഠിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് എക്സാമിൻ്റെ അന്ന് മോർണിംഗിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം റിവൈസ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പാക്കിങ്ങിനിരുന്നു. കാരണം ഓൾമോസ്റ്റ് പാക്കിങ് തീർത്തിട്ട് വേണം നമുക്ക് എക്സാമിന് പോകാൻ. കാരണം എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ട്രോളി ബാഗ്സൊക്കെ ഫുള്ളായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുത്തെ ടക്ക് ഷോപ്പിൽ പോയിട്ട് ഒരു കാർട്ടൺ വാങ്ങി. കാർട്ടന് ഒരു ഓൾമോസ്റ്റ് ചാർജിങ് 25 rupees കേട്ടോ. അപ്പോൾ ഒരു ട്രോളി ബാഗ് വാങ്ങണേക്കാളും ലാഭം അതില്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടായതുകൊണ്ട് ഞാനൊരു കാർട്ടൺ വാങ്ങി അതിൻ്റെ അടിഭാഗമൊക്കെ ഒട്ടിച്ച് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് സെറ്റാക്കി. നമുക്ക് ടൈമില്ല. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തതാണ്, ധൃതിയിൽ ചെയ്തതാണ് കേട്ടോ എല്ലാം. കൂടുതൽ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് സെമ്മിലെ വർക്ക്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ എനിക്കിങ്ങനെ കളയാനായിട്ട് തീരെ ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ എല്ലാ ചെറിയ സാധനങ്ങളും എടുത്ത് വയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വാർഡൻ ഓഫീസിൽ പോയി സ്ലിപ്പ് വാങ്ങി. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ എൻ്റെ റൂം വരുന്നത്. എൻ്റെ റൂം നമ്പർ 250 ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കോറിഡോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെപ്പ് കയറാം, എന്നിട്ട് കോറിഡോർ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നത്. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ആക്ച്വലി ഒരു ട്രാൻസ്പോർട്ടേഷൻ കിട്ടുക എന്നാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് നമുക്ക് ബാത്തിങ് ആയിട്ടുള്ളൊരു വാഷ്റൂം. പിന്നെ ബാത്തിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ടോയ്ലറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ എല്ലാം കുഞ്ഞു സ്പേസാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇവിടെ കൊടുക്കുന്ന ഫീസിന് വർത്തായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതാണ് റൂം, 4 ഷെയറിങ് റൂമാണ്. 2 കബേർഡ് ഉണ്ട്. ഒരു കബേർഡ് 2 പേര് വെച്ചിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ സൈഡ് വന്നിട്ട് റൈറ്റ് സൈഡിൽ ആണ് കേട്ടോ. ഇതാണ് എൻ്റെ കബേർഡ്. ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. ഇനിയും കുറച്ച് സാധനങ്ങൾ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കബോർഡ്. അതിൽ ആക്ച്വലി എല്ലാം കൊള്ളുമെന്ന് ചോദിച്ചാൽ കൊള്ളില്ല. പിന്നെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ AC റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം അവിടെ സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും, AC ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല. പിന്നെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാവും, ചെയർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂം. ഈ ഒരു അങ്കിളാട്ടോ നമ്മളെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ അങ്കിളുടെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ആൾ ഭയങ്കര കോപ്പറേറ്റീവാണ്. അധികം റേറ്റും കാര്യങ്ങളൊന്നും എടുക്കില്ല. അങ്ങനെ കത്തിയല്ല കേട്ടോ. ആൾ ജെനുവൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അത് ലിസ്മ വരുന്നുണ്ട്. ഞാനും ലിസ്മയും കൂടിയിട്ടാണ് ഇവിടുന്ന് ഇനി ഫഗോഡേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ ഇറങ്ങിയ ഷിഫ്റ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് കേട്ടോ നാട്ടിലേക്ക് പോകാനായിട്ട്, ചണ്ഡീഗഡിലേക്ക് പോകാൻ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇതേപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാനായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.